ആലപ്പുഴയിലെ ചെങ്ങന്നൂർ മണ്ഡലം ശ്രദ്ധേയകേന്ദ്രമാകുന്നു. ശക്തമായ ത്രികോണപ്പോരിലേക്ക് ഈ മണ്ഡലം മാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ശ്രദ്ധേയമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP നടത്തുന്ന കരുനീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. സ്ഥാനാർത്ഥി നിർണയം തന്നെ വളരെ സൂക്ഷ്മതയോട് കൃത്യമായ ഒരു നീക്കം തന്നെയാണ് BJP നടത്തിയിരുന്നത്. കാരണം ചങ്ങനാശ്ശേരി NSS കോളേജില് ആദ്യമായി ABVPയുടെ കൗൺസിലറായി വിജയിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളമായ പാണ്ടനാട് എത്തുന്നു. ആദ്യമായി അവിടെ തവര് വിരിയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുവരെ പാണ്ടനാട് പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെ സംഘടനാ രംഗത്ത് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ MV ഗോപകുമാറിനെയാണ് ചെങ്ങന്നൂര് ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. കൃത്യമായി തന്നെ സംഘടനാ പ്രവർത്തനം അറിയാവുന്ന, താഴെ തട്ട് മുതലുള്ള പ്രവർത്തകരുമായി നല്ല ബന്ധവും ജനങ്ങളുമായി നല്ല ബന്ധവുമുള്ള സ്ഥാനാർത്ഥി. ആ കൃത്യമായ കരുനീക്കമാണ് ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ ചങ്കിടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി. കാരണം കൃത്യമായി തന്നെ ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കുകളും നീക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് MV ഗോപകുമാർ. നമുക്കറിയാം ABVP ഒരു ശക്തമല്ലാതിരുന്ന കാലത്ത് ചങ്ങനാശ്ശേരി NSS കോളേജ് പോലെയുള്ള കോളേജിൽ, അതായത് ഇടതിന്റെയും വലതിന്റെയും KSU SFI ഒക്കെ ശക്തമായിരുന്ന കാലഘട്ടത്തിലാണ് ABVPയുടെ കൗൺസിലറായി നിന്ന് മത്സരിച്ച് ജയിച്ചത്. പിന്നീട് പണ്ടനാടെത്തുന്നു. പാണ്ടനാട് ആദ്യമായി വിജയിക്കുന്നത് MV ഗോപകുമാറാണ് പഞ്ചായത്ത് മെമ്പറായി. പിന്നീട് അവിടുന്ന് ആ പഞ്ചായത്ത് തന്നെ കാലാകാലങ്ങളായി BJP ഭരിക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുത്തു. പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. നിസ്സാരമായ വോട്ടിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചത് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് ചെങ്ങന്നൂരിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായ ഒരു നേതാവ് ചെങ്ങന്നൂർ മാത്രമല്ല, ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഏതായാലും വളരെ ശക്തമായ ഈ ഒരു കരുനീക്കം തന്നെയാണ് ഇടതു വലതു മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നത്. കാരണം ഈ ഗോപകുമാറിന്റെ നീക്കം അതാണ് എവരും നോക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 35,000 വോട്ട് ഈ സ്ഥാനാർത്ഥി നേടിയിരുന്നു. അത് തന്നെയാണ് കേവലം ഒരു 10,000-15,000 വോട്ട് കൂടി ഒരു നേട്ടം കൈവന്നു കഴിഞ്ഞാൽ ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ചെങ്ങന്നൂരിൽ ആദ്യ റിസൾട്ടിൽ ആദ്യമായി വിരിയുന്ന താമരയും അവിടെ നിന്ന് തന്നെയാകും. ന്യൂസ് ഇന്ത്യ മലയാളം.